ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇന്ത്യയിൽ കുടുംബസമേതം സന്ദർശനം നടത്തി വരികയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനക്. ഈ കഴിഞ്ഞ ശനിയാഴ്ച താജ്മഹൽ സന്ദർശിക്കാനെത്തിയ ഋഷി സുനക് കാഴ്ചക്കാർക്കൊക്കെ ഒരു കൗതുക കഥാപാത്രമായി. ഏഴ് മാസം മുൻപാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഋഷി സുനക് രാജിവെച്ചത്. ബ്രിട്ടനിലെയും അമേരിക്കയിലെയും 2 യൂണിവേഴ്സിറ്റികളിലെ അധ്യാപക ജോലി ഏറ്റെടുക്കുമെന്ന് ജാൻവരിയിൽ ഋഷി സുനക് പറഞ്ഞിരുന്നു. ഓക്സ്ഫോർഡിലെയും സ്റ്റാൻഫോർഡിലെയും ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഇന്ത്യയിൽ കുടുംബസമേതം കറങ്ങാനെത്തിയതാണ് സുനക്. ഭാര്യ അക്ഷതാ മൂർത്തിയും മക്കളായ കൃഷ്ണയും അനൌഷ്കയും ഭാര്യാപിതാവും ഇൻഫോസിസ് സ്ഥാപകനുമായ NR നാരായണമൂർത്തിയും ഭാര്യാമാതാവ് സുധാമൂർത്തിയും സുനക്കിനൊപ്പമുണ്ട്. ശനിയാഴ്ച താജ്മഹൽ സന്ദർശിക്കാനെത്തിയ ഋഷി സുനക് തീർത്തും കാഷ്വൽ വേഷത്തിലായിരുന്നു. എന്റെ മക്കൾ താജ്മഹൽ സന്ദർശനം മറക്കില്ലെന്നുറപ്പാണ്. ഊഷ്മളമായ ആതിഥേയത്വത്തിന് നന്ദി. കുടുംബത്തിനിത് മറക്കാനാകാത്ത അനുഭവമാണ്, ഋഷി സുനക് സന്ദർശക ഡയറിയിൽ എഴുതി. ഫെബ്രുവരി 1 ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മൈ മദർ മൈസെൽഫ് എന്ന പരിപാടിയിലും ഋഷി സുനക് പങ്കെടുത്തിരുന്നു. ഫെബ്രുവരി 2 മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഫൈനൽ മത്സരം കാണാനും സുനക്കും നാരായണമൂർത്തിയും എത്തിയിരുന്നു. മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ കനത്ത തോൽവിയിൽ നിരാശനായെങ്കിലും ഇംഗ്ലണ്ട് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നായിരുന്നു സുനക്കിന്റെ എക്സ്പോസ്റ്റ്. വിജയത്തിൽ ഇന്ത്യയെ അഭിനന്ദിക്കാനും ഋഷി സുനക് മറന്നില്ല. റിസർച്ച് ഡെസ്ക് 24. നാരായണമൂർത്തിയെ നമുക്കറിയാം, നമുക്കൊക്കെ അഭിമാനമായ ഇൻഫോസിസിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതിൻ്റെ ആദ്യകാല ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. എന്തായാലും ഋഷി സുനക് ഇന്ത്യക്ക് ഒരുപാട് താല്പര്യമുള്ള ഒരു മുൻ പ്രധാനമന്ത്രി, വളരെ സാധാരണ ഒരു മനുഷ്യനെ പോലെ നമുക്കിടയിൽ സഞ്ചരിച്ച് കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങിയെന്നറിയുമ്പോൾ നമുക്കും സന്തോഷം.